വെൽക്കം ടു കർമ്മ അക്കാഡമി. അപ്പം നമ്മൾ SSC RRB എക്സാമുകളുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ജോമെട്രിയിലെ പോളിഗൺ എന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ SSC RRB എക്സാമുകൾക്കും റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആയാലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ എക്സാം ആയാലും അതിനകത്ത് ജോമെട്രി എന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. അതിനകത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പോളിഗൺ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. എന്താണ് ഈ പോളിഗൺ എന്ന് പറയുന്നത്? പോളിഗൺ എന്ന് പറഞ്ഞാൽ ഒരു 2 ഡൈമെൻഷണൽ ഫിഗർ ആണ് വിത്ത് സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പൊ ക്ലോസ്ഡ് സ്ട്രെയിറ്റ് ലൈൻസ്, അതായത് ഇതൊരു 2 ഡൈമെൻഷണൽ ആണല്ലേ, ഇതൊരു പോളിഗൺ ആണ്. ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് എത്ര വേണമെങ്കിലും ആവാം. അങ്ങനെ വരുന്ന 2 ഡൈമെൻഷണൽ ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്നാ പറയുന്നത്? പോളിഗൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പോളിഗൺ റെഗുലർ പോളിഗണും ഉണ്ട്, അതല്ലാത്തതുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം പോളിഗണിന്റെ പ്രത്യേകതകൾ പഠിക്കാം. പോളിഗണിന്റെ പ്രത്യേകതകൾ വലുതായിട്ടൊന്നുമില്ല, നമുക്ക് എന്നാലും ബേസിക് ആയിട്ടുള്ള കാര്യം ഇക്വേഷൻ മാത്രം കാണാതെ പഠിച്ചാൽ മതി. അതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിരിക്കും പ്രോബ്ലം വരുന്നത്, അല്ലാതെ വലിയ കോംപ്ലക്സ് ആയിട്ടൊന്നുമില്ല. ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ഏത് ടൈപ്പ് പോളിഗൺ എടുത്താലും നമ്പർ ഓഫ് സൈഡ്സ് എത്ര എടുത്താലും ഒരു പോളിഗണിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഇമ്പോർട്ടന്റ് ആണ്. സം ഓഫ് 360 ആയിരിക്കും എപ്പോഴും. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ 360 ആയിരിക്കും. ഇനി സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് n-2 into 180 ആണ്. സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് n-2 into 180 ആണ്. വേറെ n is the number of sides. n number of sides. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെയാ പറയുന്നത്? നമുക്കൊരു റെഗുലർ പോളിഗൺ ഉള്ള ഏതൊരു പോളിഗൺ ആയാലും അതിന്റെ എക്സ്റ്റീരിയർ ആംഗിളിന്റെ എല്ലാം കൂടെ സം 360 ആയിരിക്കും. അത് കണക്ക് ഇന്റീരിയർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് n-2 into 180 ആയിരിക്കും. n എന്ന് പറയുന്ന നമ്പർ ഓഫ് സൈഡ്സ്. ഇനി നമുക്കപ്പോൾ റെഗുലർ പോളിഗൺസ് നോക്കാം. റെഗുലർ പോളിഗൺ, അവിടെ ഈച്ച് ഇന്റീരിയർ എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, ഓൾ സൈഡ്സ് ആർ, എല്ലാ സൈഡ്സും എല്ലാ ആംഗിളും സെയിം ആവുന്ന ഫിഗറിനെയാണ് എന്ത് പറയുന്നത്? റെഗുലർ പോളിഗൺ. അപ്പൊ അതിന്റെ ഈച്ച്, അപ്പൊ എല്ലാ ആംഗിളും സെയിം ആണ്. അപ്പൊ ഈച്ച് ഇന്റീരിയർ ആംഗിൾ എന്ത് വരും? മൊത്തം ഇന്റീരിയർ ആംഗിളിന്റെ സം എന്തായിരുന്നു? n-2 into 180 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ പോരെ ഈച്ച് ഇന്റീരിയർ ആംഗിൾ കിട്ടും. അപ്പൊ ഇനി ഈച്ച് എക്സ്റ്റീരിയർ ആംഗിളോ 360 ആയിരുന്നു മൊത്തം എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം, ഡിവൈഡഡ് ബൈ n ചെയ്താൽ മതിയല്ലോ, അല്ലേ? അടുത്ത ഏരിയ ഓഫ് എ റെഗുലർ പോളിഗൺ. ഏരിയ ഓഫ് എ റെഗുലർ പോളിഗൺ എന്ന് പറയുന്നത് n(a²/4 cot π/n). ഇവിടെ n equal to 3 കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ √3/4 a² കിട്ടുന്നത്. ഈക്വേഷൻ വന്ന് ഇവിടെ നിന്നാണ്. n 3 ഇട്ട കൊടുത്താൽ മതി. അപ്പൊ 3a²/4 cot 180/3. അപ്പൊ അത് 1/√3 ആണ്. 1/√3 3 കൂടെ കട്ട് ചെയ്തു പോകും. അപ്പൊ √3/4 a² വരും. അങ്ങനെയായിരുന്നു ആ ഇക്വേഷൻ കിട്ടിയത്. ഇനി നമ്പർ ഓഫ് ഡയഗണൽസ് n into n-3/2. n into n-3/2. ഇനി ഒരു റെഗുലർ പോളിഗണിന്റെ ഒരു സൈഡില് ഇപ്പൊ എന്താ ഇവിടുത്തെ ഇന്റീരിയർ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എത്ര ആയിരിക്കും? 180 ആയിരിക്കും. അറ്റ് എനി വെർട്ടെക്സ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ 180 ആയിരിക്കും. മനസ്സിലായോ? ഏതെങ്കിലും ഒരു വെർട്ടെക്സില് ഇന്റീരിയർ ആംഗിളിന്റെ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എത്ര ആയിരിക്കും? 180 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ചെയ്യാം. വലിയ പാടില്ല, സിമ്പിൾ ആണ്, എളുപ്പം തീരും. അതിനുപോയി നമുക്ക് റെഗുലർ ഹെക്സഗണോ ഒക്ടഗണോ നോക്കാം. അവിടെ n എത്ര ആയിരിക്കും? ഹെക്സഗണിന്റെ n 6 അല്ലേ? അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അതാണെങ്കിൽ ഇവിടെ OA ഈക്വൽ ടു OB ഈക്വൽ ടു OC OD OE OF എല്ലാം എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നോക്കി 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും. അപ്പൊ ഈച്ച് ഇന്റീരിയർ ആംഗിൾ എത്ര? n-2 into 180/n. ഇവിടെ n എത്ര? 6 ആണ്. അപ്പൊ 4 into 180/6 2/3 120 വരും ഇല്ലേ? ഈച്ച് ഇന്റീരിയർ ആംഗിൾ 120. നമ്പർ ഓഫ് ഡയഗണൽസ് ഓഫ് n into n-3/2 അല്ലേ? അപ്പം എത്ര വരും? 9 വരും അല്ലേ? അപ്പൊ നമുക്കിനി ഒരു ഹെക്സഗണിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു 6 ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നല്ലേ? അപ്പൊ 6 into √3/4 a². ഇത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. 3 into അപ്പൊ 3 √3/2
എ സ്ക്വയർ ആയിരിക്കും നമുക്ക് വരുന്ന വാല്യൂ. ഇനി നമുക്ക് റെഗുലർ ഒക്ടഗണും കൂടെ നോക്കാം. ഓക്കെ, അപ്പൊ അവിടെ n ഈക്വൽ ടു എത്രയാണ്? 8 ആണ്. നമുക്ക് ഏരിയ ഈക്വൽ ടു ഈച്ച് ഇന്റീരിയർ ആംഗിളോ 135 വരും അല്ലേ? അപ്പൊ ഓരോ ഇന്റീരിയർ ആംഗിളും 135 ഡിഗ്രി. നമ്പർ ഓഫ് ഡയഗണൽസ് DF. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഏത് പോളിഗൺ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ. ഈ ഇക്വേഷൻസ് എല്ലാം കാണാതെ പഠിച്ചു വെച്ചാൽ മതി, കൺഫ്യൂഷൻ ആവല്. സിമ്പിൾ ആണ് പോളിഗൺ. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റിനിൽ എന്താ പറയുന്നത്? നമുക്ക് 5 ഇന്റീരിയർ ആംഗിൾ 172 ആണ്. ബാക്കി റിമൈനിങ് ഇന്റീരിയർ ആംഗിൾ 160. പക്ഷെ നമുക്ക് എത്ര ഇന്റീരിയർ ആംഗിൾ ആണെന്ന് അവർ പറഞ്ഞിട്ടില്ല. ഫൈൻഡ് നമ്പർ ഓഫ് സൈഡ്സ് ആണ് ഡയഗണൽ. ഇത് നോക്കേ, 5 ഇന്റീരിയർ ആംഗിൾ, ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ഇന്റീരിയർ ആംഗിൾ, എക്സ്റ്റീരിയർ ആംഗിൾ, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ, അപ്പൊ നോക്കിയോ, നമുക്ക് 5 ഇന്റീരിയർ ആംഗിൾ 172 ആണ്. ബാക്കി എത്രയോ ഇന്റീരിയർ ആംഗിൾ 160 ആണ്. അപ്പൊ ഈ 5 എക്സ്റ്റീരിയർ ആംഗിൾ എത്ര ആയിരിക്കും? ഞാൻ പറഞ്ഞു ഒരു വെർട്ടെക്സിലെ ഇന്റീരിയർ ആംഗിൾ പ്ലസ് എക്സ്റ്റീരിയർ ആംഗിൾ സം 180 ആയിരിക്കും. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്റ്റീരിയർ ആംഗിൾ 8 ഡിഗ്രി വെച്ചായിരിക്കത്തില്ലേ? അങ്ങനെ 5 എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എത്ര ആവും? 40 ആകില്ലേ? മൊത്തം എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം എത്ര? 360 ആണ്. അപ്പൊ അതിനകത്ത് 40 പോയ ബാക്കി ഈ എക്സ്റ്റീരിയർ ആംഗിളിന്റെ എല്ലാം കൂടെ സം എത്ര ആയിരിക്കും? 320 ആയിരിക്കത്തില്ലേ? ഇവിടെ ഇന്റീരിയർ ആംഗിൾ 160 ആണ്. അപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ എത്ര ആയിരിക്കും? 20 ആയിരിക്കണമല്ലോ. അപ്പൊ ഇതിന്റെ ഇവിടെ 40 സം നമുക്ക് പോയി 8 എണ്ണം വെച്ച്. ഇവിടെ എത്രയുടെ കൂടെ സം 320 ആണ് വരേണ്ടത്. അപ്പൊ എക്സ് എത്ര ആയിരിക്കും? 320/20 ഈക്വൽ ടു 16 വരില്ല. അപ്പൊ 16. അപ്പൊ നമ്പർ ഓഫ് സൈഡ്സ് എത്രയായി? 16 5 21. അപ്പൊ n ഈക്വൽ ടു 21, d ഈക്വൽ ടു 21 × 18/2 വരും. മനസ്സിലായോ? അപ്പൊ നമുക്കറിയാം ഇന്റീരിയർ ആംഗിൾ 5 എണ്ണത്തിന്റെ 172, ബാക്കി 160 എത്ര എണ്ണം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പൊ ഈ 5 എക്സ്റ്റീരിയർ ആംഗിൾ 8 ഡിഗ്രി അല്ലേ? ആ 5 എക്സ്റ്റീരിയർ ആംഗിൾ സം 40 ആയി. ഇനി എത്ര എക്സ്റ്റീരിയർ ആംഗിൾ ഉണ്ട്? അതിന്റെ ഇന്റീരിയർ ആംഗിൾ 120, ആ എക്സ്റ്റീരിയർ ആംഗിൾ 20. എത്ര എണ്ണം അറിയില്ല. അതിന്റെ എല്ലാം കൂടെ സം 320. അപ്പൊ നമ്പർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ 320/20 16 ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഈ ക്വസ്റ്റ്യൻ എന്താ? ഒരു പോളിഗൺ ഉണ്ട്, ഒരു റെഗുലർ പോളിഗൺ തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കുക. MPC എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കുക. ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ EABയുടെ ബൈസെക്ടർ ആണ് ആര്? AM. അതേ കണക്ക് ആംഗിൾ BCDയുടെ ബൈസെക്ടർ ആണ് CP അല്ലേ? അപ്പൊ നമുക്കൊരു റെഗുലർ പോളിഗണിന്റെ എല്ലാ ആംഗിളും എത്ര? 180 ആണ്. ബൈസെക്ടർ ആകുമ്പോൾ ഇത് എത്ര വരും? 54. ഇത് 108, ഇത് 54. അപ്പൊ ഇത് നമുക്ക് എത്ര കിട്ടും? മൊത്തം ഇതൊരു ക്വാഡ്രിലേറ്റർ അല്ലേ? ABCP ഒരു ക്വാഡ്രിലേറ്റർ അല്ലേ? അപ്പൊ അതിന്റെ ആംഗിളിന്റെ സം എത്ര? 108 108 216. ബാക്കി 360 144 അല്ലേ ഇവിടെ വേണ്ടത് അല്ലേ? അപ്പൊ ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പൊ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 36. അപ്പൊ ആംഗിൾ MPC എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 36 ഡിഗ്രി. മനസ്സിലായോ? അവിടെ ഒരു റെഗുലർ പോളിഗൺ ആയിരുന്നു നമുക്ക് തന്നത്, റെഗുലർ പെന്റഗൺ ആയിരുന്നു നമുക്ക് തന്നത്. അപ്പൊ അതിന്റെ ഒരു ആംഗിൾ 108 ആണ്. നമുക്കിവിടെ 2 ബൈസെക്ടേഴ്സ് വന്നിട്ടുണ്ട്. AM ബൈസെക്ടർ ആണ് ആംഗിൾ EABയുടെ, അതായത് BCD ബൈസെക്ടർ ആണ് ആംഗിൾ CP ബൈസെക്ടർ ആണ് BEDയുടെ. അങ്ങനെ ആകുമ്പോൾ ഈ ആംഗിൾ 54 ആയി, ഈ ആംഗിൾ 54, ഇത് 108. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ സം എന്ന് പറയുന്നത് 216 ആണ്. 360 ബാക്കി 144 കുറച്ചാൽ മതിയല്ലോ അല്ല? അപ്പൊ ഈ ആംഗിൾ 140. ഇത് സ്ട്രൈറ്റ് ലൈൻ ആണ്. അപ്പൊ എന്ത് വരും? 36. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ABCDF ഒരു റെഗുലർ ഹെക്സഗൺ ആണ് അല്ലേ? അതിനകത്ത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ACE ആൻഡ് ഹെക്സഗൺ ABCDF. അപ്പൊ നമുക്കറിയാം ഒരു ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ സൈഡ് A ആണല്ലേ? A ആണെന്ന് എടുത്തു. ഏരിയ ഓഫ് ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 × √3/4 A² ആണ് അല്ലേ? അതിനെ നമ്മൾ 6A എന്ന് എടുക്കുക. അപ്പൊ ഈ √3/4 A² എന്ന് പറയുന്നത് ഞാൻ ക്യാപിറ്റൽ A എന്ന് എടുത്തു. ഇനി ട്രയാങ്കിൾ ABCയുടെ ഏരിയ എന്താ?
സൈഡ് എല്ലാം എ ആണ്, ഈ ആംഗിള് 120 ആണ്. അപ്പൊ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിൾ ഉണ്ടെങ്കിൽ ഏരിയ എന്താ? ഹാഫ് എക്സ് വൈ സൈൻ തീറ്റ അല്ലേ? എ സ്ക്വയർ സൈൻ 120 ആണല്ലേ? ഇങ്ങനല്ലേ വരുന്നത്? അപ്പൊ അതെന്ത് വരും? സൈൻ 120. അപ്പൊ ഇതിന്റെ വാല്യൂ മൊത്തത്തിൽ എന്ത്? √3/4 എ സ്ക്വയർ വരും അല്ലേ? സൈൻ 120 കോസ് 90 പ്ലസ് 80 √3/2 എന്ന് എഴുതാം അല്ലേ? √3/4 എ സ്ക്വയർ അതെന്ന് പറഞ്ഞ എ ആണ് അല്ലേ? അപ്പൊ ഈ പാർട്ടിന്റെ ഏരിയ എ, ഇത് ഇതും എ. മൊത്തം 6a ആയിരുന്നു, ഇത് 3a പോയി, ബാക്കി ഇത് 3a ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ എന്ത് വരും? 3a/6 ഈക്വൽ ടു 1/2. അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് പോളിഗണിൽ നിന്ന് വരുന്ന എല്ലാം ഏകദേശം ഇത് കണക്കുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ പ്രോപ്പർട്ടീസ് മാത്രം കാണാതെ പഠിച്ചാൽ മതി, നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.